കർണാടക കേരള അതിർത്തിയിലെ രാത്രിയാത്രാ നിരോധനം നീക്കാൻ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ച് കേരളം. ബന്ദിപ്പൂർ വനമേഖലയിലൂടെ ആകാശപാത നിർമ്മിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനങ്ങളുടെ സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട എം.കെ. രാഘവൻ എം.പി. ബംഗളൂരുവിലെത്തി മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ കണ്ടു. ബന്ദിപ്പൂർ വഴിയുള്ള രാത്രിയാത്രാ നിരോധനം പിൻവലിക്കുക എന്ന മലയാളികളുടെ മുറവിളിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ കാടടയ്ക്കുന്നതോടെ അവശ്യ സർവീസുകൾ വരെ അതിർത്തിയിൽ കുടുങ്ങും. ഇത് മലയാളികൾക്ക് തീരാദുരിതം സമ്മാനിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. വാഹനമിടിച്ച് വന്യമൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നതും ചാവുന്നതും പതിവായതോടെയാണ് ബന്ദിപ്പൂരിൽ കർണാടക സർക്കാർ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയത്. വന്യമൃഗ സംരക്ഷണത്തിനൊപ്പം യാത്രാദുരിതം ഇല്ലാതാക്കുക എന്നതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ആകാശപാത വേണമെന്ന പുതിയ നിർദ്ദേശം കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. വനഭൂമി അധികം ഏറ്റെടുക്കാതെ ബന്ദിപ്പൂർ മുതൽ ഗൂഡല്ലൂർ അതിർത്തി വരെ ആകാശപാത നിർമ്മിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെ കണ്ട് എം.കെ. രാഘവൻ എം.പി. നിവേദനം നൽകി. അദ്ദേഹവുമായി സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തെയും മലബാറിനെയും സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി യാത്രാ നിരോധനമാണ്. അദ്ദേഹത്തിന് നിവേദനം നൽകി. ആ നിവേദനം നോക്കി അദ്ദേഹം പറഞ്ഞ മറുപടി എലിവേറ്റഡ് കോറിഡോറിനെ കുറിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം, കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംയുക്ത സഹകരണത്തോടെ മാത്രമേ പദ്ധതി നടപ്പിലാക്കാനാകൂ. ഇതിനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിലെ പെഞ്ച് ദേശീയോദ്യാനത്തിൽ നടപ്പാക്കിയ മാതൃക സ്വീകരിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഈ വന്യമൃഗങ്ങൾക്ക് യാതൊരു ഹാനിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകും. കാരണം മധ്യപ്രദേശിൽ ഇതുപോലെ ഫോറസ്റ്റിൽ കൂടി റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് കോട്ടം തട്ടാതെ ഉള്ള പരിഹാര മാർഗമാണ് അദ്ദേഹം പറഞ്ഞത്. എലിവേറ്റഡ് കോറിഡോർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആശയം അതാണെന്ന് എനിക്ക് തോന്നുന്നു. വിഷയം ചർച്ച ചെയ്യാൻ വൈകാതെ തന്നെ കേരള, കർണാടക മുഖ്യമന്ത്രിമാരുടെ യോഗം ചേരും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി രാത്രിയാത്രാ നിരോധനം നീക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ പരിസ്ഥിതിവാദികളുടെ വലിയ എതിർപ്പിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടി. വയനാട് തുരങ്കപാതയ്ക്കൊപ്പം ബന്ദിപ്പൂരിൽ ആകാശപാത കൂടി യാഥാർത്ഥ്യമായാൽ മലബാറിലേക്കുള്ള യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.